ഇനി CPM-ന്റെ കാര്യം, ശൈലജ ടീച്ചർ പറഞ്ഞല്ലോ ഹമാസ് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ സമയത്ത് ആ ശൈലജ ടീച്ചറെ തിരുത്താൻ തയ്യാറായി. ശൈലജ ടീച്ചർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറായി, അത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തി. അതുപോലെ തന്നെ അനിൽകുമാർ ഒരു വിഷയമായി തട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പുരോഗമനത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ അത് പറയാൻ അനിൽകുമാറിന് സാധിച്ചിട്ടില്ല. അപ്പോഴേക്കും ജലീലും ആരിഫും അടക്കമുള്ള CPM-ലെ മുസ്ലിം നേതാക്കന്മാർ തിരുത്താൻ വേണ്ടി തയ്യാറായി തുടങ്ങി. അപ്പൊ ഇന്ന് CPM-നെയും കോൺഗ്രസിനെയും നിയന്ത്രിക്കുന്നത് മുസ്ലിം തീവ്രവാദ നിലപാടുള്ളവരാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവരിന്ന് മുന്നോട്ട് വെക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന പോയിന്റ് ഒരു മതേതരത്വമല്ല, കപട മതേതരത്വമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ അവർ തുല്യമായൊരു നിലപാടെടുക്കണം. ഇപ്പൊ ഹമാസുമായി ബന്ധപ്പെട്ട പലസ്തീനുമായി ബന്ധപ്പെട്ട റാലി നടത്തിയ സമയത്ത് അവർക്കതിൽ താങ്കൾ സൂചിപ്പിച്ചതിൽ പങ്കെടുക്കാൻ യാതൊരു മടിയുണ്ടായില്ലോ. നേരെ പോയി പങ്കെടുക്കുന്നു, കോൺഗ്രസ് പോയി പങ്കെടുക്കുന്നു, CPM പോയി പങ്കെടുക്കുന്നു. അതിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പൊ അതേ കാര്യത്തിൽ രാമജന്മവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് BJP-യുടെ പരിപാടിയൊന്നും അല്ലാതെ, BJP-യുടെ പരിപാടിയാണെങ്കിൽ നമുക്ക് പറയാം, BJP നടത്തുന്ന പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കാം. ഇവിടെ BJP അല്ല. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം, ഭരണഘടനാപരമായ ഒരു നീതി പ്രകാരം സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച് നടത്തുന്ന ഒരു സ്വതന്ത്രമായ ട്രസ്റ്റാണ് ഈ ക്ഷേത്രം നിർമ്മിച്ച് ഇവരെ ക്ഷണിച്ചിട്ടുള്ളത്. അത്തരമൊരു ക്ഷണിക്കുന്ന സമയത്ത് അവർക്കതിൽ പങ്കെടുക്കാലോ. അപ്പൊ അതിൽ പങ്കെടുത്തവർ നമുക്ക് പറയാം നിങ്ങളുടെ നിലപാട് മതേതരത്വ നിലപാടാണ്, അല്ലെങ്കിൽ ഒരു ബാലൻസിങ് നിലപാടാണ്. ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഹിന്ദു അല്ലെങ്കിൽ രാജ്യത്തിന്റെ ദേശീയ അസ്മിതയെ ഉയർത്തിപ്പിടിക്കുന്ന, സാംസ്കാരിക മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന, അടിമത്തത്തിന്റെ പാപഭാരത്തിന്റെ കറ കളയാൻ വേണ്ടി നിലപാടെടുക്കുന്ന സുപ്രീം കോടതിയുടെ വിധി പ്രകാരമുള്ള ഒരു സ്വതന്ത്രമായ ട്രസ്റ്റ് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കെടുക്കാത്തത്? എന്തുകൊണ്ടാണ് CPM-ന്റെ നേതാക്കൾ പങ്കെടുക്കാത്തത്? എന്നാൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ അവർക്ക് മടിയില്ല, പള്ളികളിൽ പരിപാടി ക്ഷണിച്ചാൽ പങ്കെടുക്കാൻ മടിയില്ല, സമസ്ത വിളിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ മടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസ്, അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഉപ്പുവെച്ച കലമ്പോയായത്. എന്തായിരുന്നു ആഫ്റ്റർ നെഹ്റു നമ്പൂതിരിപ്പാട് എന്ന മുദ്രാവാക്യമല്ലേ CPM വിളിച്ചിരുന്നത്? നെഹ്റുവിന് ശേഷം നമ്പൂതിരിപ്പാട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവും. ബംഗാളിൽ 35 വർഷം ഭരിച്ചു, ഈ നിലപാടുകൊണ്ട് വട്ടപൂജ്യമായി. ത്രിപുരയിൽ 25 വർഷം ഭരിച്ചു, ഈ നിലപാടുകൊണ്ട് വട്ടപൂജ്യമായി. രാജസ്ഥാനിൽ 2 സീറ്റ് ഉണ്ടായിരുന്നു, വട്ടപൂജ്യമായി. തെലങ്കാനയിൽ സീറ്റ് ഉണ്ടായിരുന്നു CPM, വട്ടപൂജ്യമായി. ഇന്ന് കേരളത്തിൽ മാത്രം ഒരു മുസ്ലിം ഈ തീവ്രവാദ നിലപാടുള്ളവരുടെ വോട്ട് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി CPM മാറി. കോൺഗ്രസും ഇതുപോലെയല്ലേ ഉണ്ടായത്? രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്ന 456-ലധികം സീറ്റുകൾ നേടിയിട്ട് രാജ്യത്ത് 6 പതിറ്റാണ്ട് കാലം ഭരിച്ചിരുന്ന കോൺഗ്രസും ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇവരുടെ നിലപാടുകൾ, ഇവരുടെ കപട മതേതര നിലപാടുകൾ, തീവ്രവാദ സംഘടനകൾക്ക് കീഴടങ്ങുന്ന നിലപാടുകൾ, വർഗീയ സംഘടനകൾക്ക് കീഴടങ്ങുന്ന നിലപാടുകളാണ് ഈ പ്രസ്ഥാനത്തെ ഇതിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾ, രണ്ട് പ്രസ്ഥാനങ്ങളും ഇതൊരു മുങ്ങുന്ന കപ്പലായി മാറുന്ന സാഹചര്യമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. ജനങ്ങളുടെ ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിൽ രണ്ട് കൂട്ടർക്കും അസ്തമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിലപാട് ഇല്ലാത്ത പ്രസ്ഥാനങ്ങൾ എന്ന രീതിയിലാണ് ജനങ്ങൾ ഇവയെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടിയിലും അവർ പങ്കെടുക്കാതിരിക്കുന്നത്. അവർക്ക് നേരത്തെ സുരേഷ് ബാബു സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് നിലപാടില്ല, അസ്തിത്വമില്ല, എന്തു പറയണമെന്നറിയാത്ത ഒരു ചില തീവ്രവാദ അല്ലെങ്കിൽ ചില വർഗീയ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവരെ കഴുത്തുവരെ പിടിച്ച് അമർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പണ്ട് നെഹ്റു ഒക്കെ സൂചിപ്പിച്ച മതേതര കോൺഗ്രസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, മതേതര CPM എവിടെ എത്തി നിൽക്കുന്ന ചോദ്യം ജനങ്ങളുടെ മുന്നിലുള്ളത്.